എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സാരികൾ എങ്ങനെ ഭംഗിയായിട്ട് മടക്കി അലമാരിയിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. പ്രധാനമായിട്ടും സിൽക്ക് സാരികൾ, പട്ട് സാരികൾ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. അപ്പോൾ സാരികൾ നമ്മൾ സിൽക്ക് സാരികളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കെയർ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ സാരികളൊക്കെ നിങ്ങൾ എങ്ങനെയാണോ മടക്കുന്നത് അതുപോലെ നന്നായിട്ട് മടക്കി വയ്ക്കുക. അപ്പോൾ മടക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാരിയുടെ മുന്താണി അല്ലെങ്കിൽ പല്ല് വരുന്ന ഭാഗം ഉള്ളിലാക്കി വേണം എപ്പോഴും മടക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ മടക്കുകൾ മാറ്റി മാറ്റി മടക്കി കൊടുക്കണം. അപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ എടുത്തിട്ട് സാരി ഒന്ന് വെയിൽ കൊള്ളിച്ച ശേഷം മാറ്റി മാറ്റി മടക്കണം. അതുപോലെ കസവിൻ്റെ ഭാഗവും ഉള്ളിലായി വരുന്ന രീതിയിൽ മടക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായി മടക്കിയെടുത്ത ശേഷം ഒരു പഴയ പില്ലോ കവറോ അല്ലെങ്കിൽ പഴയ മുണ്ട്, അതുപോലെ എന്തെങ്കിലും തുണികൾ, ലൈറ്റ് കളറിലുള്ള തുണികൾ അല്ലെങ്കിൽ പില്ലോ കവറൊക്കെ ആണെങ്കിൽ കളർ ഇളകില്ല എന്ന് ഉറപ്പുള്ള പില്ലോ കവറുകൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ സാരികളും ഭംഗിയായിട്ട് മടക്കി വയ്ക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാരികൾ മടക്കി വയ്ക്കുമ്പോൾ ഒരിക്കലും അയൺ ചെയ്തിട്ട് മടക്കി വയ്ക്കരുത്. അയൺ ചെയ്തിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ സാരികൾ പെട്ടെന്ന് നാശമാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലുള്ള സാരികൾ, ഈ സാരിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് മുത്തുകളൊക്കെ ഉണ്ട്, മുത്തുകളും കല്ലുകളൊക്കെ ഉള്ള സാരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാരികൾ മടക്കുമ്പോൾ കുറച്ച് കെയർ കൊടുത്ത് വേണം മടക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മടക്കുകൾ എപ്പോഴും മാറ്റിയും തിരിച്ചും വേണം മടക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സാരിയുടെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ്, സെയിം മെറ്റീരിയലിൻ്റെ ആണെങ്കിൽ ആ ബ്ലൗസും സാരിയുടെ കൂടെ വെക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള സാരി ബാഗുകൾ വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ നിന്നൊക്കെ. അങ്ങനെയുള്ള ബാഗ് വാങ്ങിയിട്ട് ഈ പില്ലോ കവറിലാക്കിയ സാരികൾ ബാഗിൻ്റെ ഉള്ളിൽ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സാരികൾക്കൊന്നും നാശമാവില്ല, യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ പില്ലോ കവറിൽ വെക്കുന്നതുകൊണ്ട് ഏത് സാരിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ സാരിയുടെ കളറോ പേരോ എന്തെങ്കിലും നമുക്കിതിൻ്റെ എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടില്ല. പില്ലോ കവർ വേണമെന്നില്ല, എന്തെങ്കിലും പഴയ കോട്ടൻ്റെ തുണി എടുത്താലും മതി. കളർ ഇളകാത്ത തുണിയായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലുള്ള സാരികൾ, ഈ സാരി എന്ന് പറഞ്ഞാൽ കുറച്ച് വർക്കുള്ള സാരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാരികളാണെങ്കിൽ ഇതുപോലുള്ള സിംഗിളായിട്ടുള്ള സാരി കവറുകൾ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാരി കവറിൻ്റെ ഉള്ളിൽ നമുക്ക് സാരി ആക്കി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സിംഗിൾ കവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വർക്കുകൾ അങ്ങനെ നാശമാവൊന്നുമില്ല. നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്യാം, പക്ഷെ ഞാൻ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതുവരെ സാരിക്ക് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് കല്ലുകളും മുത്തുകളൊക്കെ ഉള്ള സാരിയാണ്. അപ്പോൾ അതും ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതുപോലെ നമ്മുടെ അനാർക്കലി ചുരിദാറുകളൊക്കെ, കുറച്ച് ഹെവി വർക്കുള്ള ചുരിദാറുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ അനാർക്കലി ചുരിദാറുകളൊക്കെ മടക്കുന്ന പോലെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും മടക്കിയിട്ട് ഇതുപോലുള്ള സാരി ബാഗ് കവറുകളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനും ഒരു കുഴപ്പം പറ്റില്ല. അപ്പോൾ അനാർക്കലിയൊക്കെ മടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് അതൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഷോളും പാൻറ്റും ഒക്കെ ഒരുമിച്ച് ഇതുപോലുള്ള കവറുകളിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചുരിദാറുകൾക്കും കേടുപാടുകളൊന്നും സംഭവിക്കില്ല, നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ഇരിക്കും. അപ്പം പിന്നെ മറ്റുള്ള സാരികൾ, നമ്മൾ അധികം വർക്കൊന്നും ഇല്ലാത്ത സാധാരണ സാരികളുണ്ടല്ലോ, അത്യാവശ്യം ഫംഗ്ഷന് കൊടുക്കുന്ന, എന്നാൽ സിൽക്കൊന്നുമല്ല, അല്ലാത്ത സാരികളൊക്കെ നമുക്ക് ഇതുപോലുള്ള സാരി കവറുകളിൽ പ്ലെയിനായിട്ട്, അതായത് തുണികളിലൊന്നും പൊതിയാതെ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ളൊരു കവറാണെങ്കിൽ ഒരു 4 സാരിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കൊള്ളും. അപ്പം ഇത്തിരി വെയിറ്റ് ആയിട്ടുള്ള സാരി ആയതുകൊണ്ടാണ് 4 എണ്ണം. അധികം വെയിറ്റ് ഇല്ലാത്ത സാരിയൊക്കെ ആണെങ്കിൽ, കട്ടിയില്ലാത്തതാണെങ്കിൽ ഒരു 5 എണ്ണം ഒക്കെ കൊള്ളും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാരികൾ, ഒരു തവണ ഉടുത്ത സാരികളൊക്കെ നമുക്കിതുപോലെ അലമാരികളിൽ ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പം ഞാനെപ്പോഴും ഇത് 1-2 തവണയൊക്കെ ഉടുത്തിട്ട് ഉള്ള സാരികളാണ് ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ കോട്ടൺ സാരികളും ഇതുപോലെ ഹാങ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ഇതിനൊന്നും യാതൊരു കേടുപാടും സംഭവിക്കില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് സാരികൾ അലമാരിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ സാരി ബാഗുകളിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കോട്ടൺ സാരികളൊക്കെ ഒരുപാട് മടക്കി ഇങ്ങനെ അടക്കി വെക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നമ്മൾ ഹാങ്കറിൽ ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലൈഫൊക്കെ കൂടും. പിന്നെ മിക്കവാറും എല്ലാവരും തന്നെ കോട്ടൺ സാരികളൊക്കെ തേച്ച് വെക്കാറുണ്ട്. അപ്പോൾ കോട്ടൺ സാരികൾ തേച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സിൽക്ക് സാരികളാണ് ഒരിക്കലും തേച്ച് വെക്കാൻ പാടില്ലാത്ത സാരികൾ. സിൽക്ക് സാരികൾ യാതൊരു കാരണവശാലും അയൺ ചെയ്ത് വെക്കരുത്. കോട്ടൺ സാരികൾ നമുക്ക് അയൺ ചെയ്ത് ഭംഗിയായിട്ട് അലമാരിയിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഹാങ് ചെയ്ത് ഇടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. മടക്കി വെക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഹാങ് ചെയ്തിടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.